മൂത്രത്തിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാമെന്നും മൊബൈൽ ചാർജ് ചെയ്യാമെന്നുമുള്ള കണ്ടുപിടുത്തവുമായി പാലക്കാട് IIT ഉറവിടത്തിൽ നിന്നും വേർതിരിച്ച പഴകിയ മൂത്രം മാഗ്നീഷ്യം എയർ ഫ്യൂവൽ സെൽ ഉപയോഗിച്ച പ്രത്യേക രീതിയിൽ സജ്ജമാക്കിയാണ് പരീക്ഷണം. മൂത്രത്തിൽ നിന്ന് വൈദ്യുതി മാത്രമല്ല ജൈവവളവും ഉൽപ്പാദിപ്പിക്കാൻ കഴിയുമെന്നാണ് IIT ഗവേഷകരുടെ പക്ഷം. റിപ്പോർട്ടോടുകൂടി പ്രാദേശിക വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം. പരമ്പരാഗത ഊർജ്ജ സ്രോതസ്സുകളിൽ നിന്ന് മാത്രമല്ല മൂത്രത്തിൽ നിന്ന് പോലും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാമെന്ന് തെളിയിച്ചിരിക്കുകയാണ് പാലക്കാട് IITയിലെ ഒരു സംഘം ഗവേഷകർ. ഉറവിടത്തിൽ നിന്ന് ശേഖരിച്ച പഴകിയ മൂത്രം മാഗ്നീഷ്യം എയർ ഫ്യൂൽ സെൽ ഉപയോഗിച്ച് രാസവൈദ്യുതി അണുകേന്ദ്ര വിഘടനത്തിലൂടെയുള്ള വിഭവ വീണ്ടെടുക്കൽ പ്രക്രിയയിലൂടെയാണ് വൈദ്യുതിയുടെ ഉൽപ്പാദനം സാധ്യമാക്കുന്നത്. മൂത്രത്തിൽ നിന്ന് ഒരേ സമയം വൈദ്യുതിയും ജൈവവളവും ഉൽപ്പാദിപ്പിക്കാനാകും എന്നതാണ് പരീക്ഷണത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയെന്ന് ഗവേഷകർ പറയുന്നു. ശരാശരി മനുഷ്യൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന യൂറിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് 1.5 ലിറ്റേഴ്സ് ആണ്. അപ്പോൾ അതിൽ കോമ്പോസിഷൻ നോക്കുകയാണെങ്കിൽ 96% വാട്ടറും പിന്നെ ഉള്ളത് നൈട്രജനും ഫോസ്ഫറസുമാണ്. ഈ നൈട്രജനും ഫോസ്ഫറസും വളരെ കൂടുതലായതുകൊണ്ട് തന്നെ നമുക്ക് യൂറിനെ ഫെർട്ടിലൈസറായിട്ട് ഉപയോഗിക്കാൻ പറ്റും. പക്ഷേ ഡയറക്റ്റ്ലി യൂറിനെ ഫെർട്ടിലൈസറായിട്ട് ഉപയോഗിക്കുന്നത് അഡ്വൈസബിൾ അല്ല, കാരണം സ്മെല്ലും അതുപോലെ തന്നെ പാത്തജൻ ലോഡും കൂടുതലായതുകൊണ്ട്. അപ്പം നമ്മൾ ഇവിടെ ഒരു ട്രീറ്റ്മെൻറ്റ് സിസ്റ്റംസ് ടെക്നോളജി ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് യൂറിനെ എങ്ങനെ നമുക്ക് സോളിഡ് ഫോമിലോട്ട് ഫെർട്ടിലൈസറാക്കി മാറ്റാം എന്നുള്ളതാണ്. അതുപോലെ തന്നെ യൂറിനെ ട്രീറ്റ് ചെയ്ത് നമുക്ക് റീസൈക്കിൾ ചെയ്യാനും പറ്റണം. അപ്പം 5 ലിറ്റർ മൂത്രത്തിൽ നിന്ന് 500 മില്ലി വാട്ട് വൈദ്യുതിയും 7 മുതൽ 12 വരെ വോൾട്ടേജും ശേഷം ഓരോ 48 മണിക്കൂറിൽ 10 ഗ്രാം വളവും ഉൽപ്പാദിപ്പിക്കാനാകുമെന്നാണ് ഗവേഷകരുടെ കണ്ടെത്തൽ. അതേസമയം വിസർജ്യവുമായി കലരാത്ത മൂത്രത്തിൽ നിന്ന് മാത്രമേ വൈദ്യുതി ഉൽപ്പാദനം സാധ്യമാകൂ. ഈ വൈദ്യുതി ഉപയോഗിച്ച് LED വിളക്കുകൾ തെളിയിക്കുന്നത് മുതൽ മൊബൈൽ ഫോൺ ചാർജ് ചെയ്യാനും വരെ കഴിയുമെന്നും ഗവേഷകർ പറയുന്നു. ഈ ടെക്നോളജി ബേസിക്കലി ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യും, അറ്റ് ദ സെയിം ടൈം നമുക്ക് ഫെർട്ടിലൈസർ പ്രൊഡ്യൂസ് ചെയ്യാനും പറ്റും. അപ്പം ഇതൊരു ഇലക്ട്രോ കെമിക്കൽ സെല്ലാണ്. ഇലക്ട്രോ കെമിക്കൽ സെല്ലായതുകൊണ്ട് തന്നെ ആനോഡും കാഥോഡും ഉണ്ട്. അപ്പം ആനോഡ് നമ്മൾ മഗ്നീഷ്യം, കാഥോഡ് നമ്മൾ എയർ കാഥോഡും ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷൻസ് കാരണമാണ് നമുക്ക് ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കപ്പെടാൻ പറ്റുന്നത്. നിലവിൽ ഗോമൂത്രത്തിൽ നിന്നാണ് പരീക്ഷണം വിജയം കണ്ടത്. എന്നാൽ വൈകാതെ മനുഷ്യമൂത്രത്തിൽ നിന്നുൾപ്പെടെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ കഴിയുമെന്നാണ് ഗവേഷക സംഘത്തിന്റെ പ്രതീക്ഷ. കൈരളി ന്യൂസ്, പാലക്കാട്.